വയനാടിന് കൈത്താങ്ങായി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ദുരന്തബാധിത മേഖലയിൽ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം രാജ്മോഹനും മറ്റംഗങ്ങളും വയനാട്ടിൽ സന്ദർശനം നടത്തി. മേഖലയിലെ കേബിൾ ടിവി ഓപ്പറേറ്ററായ മൻസൂറിനെ കാണുകയും എന്നും കൈത്താങ്ങായി കൂടെയുണ്ടാകുമെന്നും രാജ്മോഹൻ പറഞ്ഞു. മൻസൂറിന്റെ കുടുംബത്തിലെ 15 അംഗങ്ങളാണ് ദുരന്തത്തിൽ മരണപ്പെട്ടത്. 1 കോടി രൂപയാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നത്. ഇതിന്റെ മുന്നോടിയായി 25 ലക്ഷം രൂപ ആദ്യ ഗഡുവായി നൽകി. ദുരന്തമുഖത്തുള്ളവർക്ക് എന്നും കൈത്താങ്ങായി കൂടെയുണ്ടാകുമെന്ന ഉറപ്പാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നൽകുന്നത്. വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശത്ത് കഴിഞ്ഞ ദിവസം അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹനും മറ്റംഗങ്ങളും സന്ദർശനം നടത്തി. ജനങ്ങൾക്കൊപ്പം കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നിലകൊള്ളുമെന്നും കേബിൾ ടിവി ഓപ്പറേറ്റർമാർക്ക് അവരുടെ ജീവനോപാധി നിലനിർത്തുന്നതിനാവശ്യമായ സഹകരണം അസോസിയേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രദേശത്തെ കേബിൾ ടിവി ഓപ്പറേറ്ററായ മൻസൂറിനെ നേരിൽ കണ്ട് എല്ലാവിധ സഹായങ്ങളും നൽകുമെന്നും എന്നും കൈത്താങ്ങായി കൂടെയുണ്ടാകുമെന്നും എം രാജ്മോഹൻ പറഞ്ഞു. മൻസൂറിന്റെ കുടുംബത്തിലെ 15 പേരാണ് മരണപ്പെട്ടത്. ദുരന്തമുഖത്തെ ആ ഞെട്ടലിൽ നിന്നും അദ്ദേഹം ഇപ്പോഴും മുക്തനായിട്ടില്ല. അദ്ദേഹത്തിനായി എല്ലാവിധ പിന്തുണയും അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും എം രാജ്മോഹൻ പറഞ്ഞു. പൊന്നാനി മേഖലാ ഭാരവാഹികളായ സെക്രട്ടറി ഫസലുർ റഹ്മാൻ, ജില്ലാ കമ്മിറ്റി അംഗം മൂസക്കുട്ടി, എം കെ സുരേഷ് കുമാർ, എ വി രമേശ് എന്നിവരും കൂടെയുണ്ടായിരുന്നു. നെറ്റ്വർക്കും ഭൂമിയും വീടും നഷ്ടപ്പെട്ടവർക്ക് എന്നും കൈത്താങ്ങായി അസോസിയേഷൻ കൂടെയുണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് NCV.